അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷ അടുത്തു വരികയാണ്. പൊതുപരീക്ഷയാണല്ലോ അല്ലേ. ലിസാനുൽ ഖുർആനിൻ്റെ 2024 ചോദ്യപേപ്പർ അതിൻ്റെ ഉത്തരങ്ങൾ മുഴുവനായിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ മുഴുവൻ ചോദ്യവും ഉത്തരവും നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം സുൽ ബിൽ മുനാസിബ്, യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് താഴെ എന്താണ് ചേർക്കാനാണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യസൂമു ഫീഹി ഡാഷ് വൽ മുസ്ലിമാത്ത്. യസൂമു പറഞ്ഞാൽ നോമ്പ് വെൽക്കും, ഫീഹി അതിൽ നോമ്പ് വെൽക്കും മുസ്ലിം പെണ്ണുങ്ങൾ. അപ്പോൾ ഇവിടെ ആരായിരിക്കും? മുസ്ലിം ആണുങ്ങളായിരിക്കും. അപ്പോൾ അതാരാണ്? മുസ്ലിമൂൻ. ഇതാണ് ഉത്തരം. യസൂമു ഫീഹിൽ മുസ്ലിമൂൻ വൽ മുസ്ലിമാത്ത്. അടുത്ത് ഇന്ന ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫും ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ റഫ് എന്ന് പറഞ്ഞാൽ അവസാനം ലമ്മ്, കണ്ടില്ലേ ഇവിടെ ലമ്മുണ്ട്. അപ്പോൾ ഇത് ഖബറാണ്. അപ്പോൾ ഇവിടെ ഇസ്മാണ് പോയിട്ടുള്ളത്. ഇന്നൻ്റെ പ്രവർത്തനം എന്താണ്? ഇസ്മിനിക്ക് നെസ്ബാണ്, മുബ്താക്ക് നെസ്ബ കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള നെസ്ബുള്ള സാധനം ഏതാ നോക്കിയാൽ മതി. കാന ഫീലാണ്, കാന പറ്റൂല. പിന്നെ ഇതാ സ്വലാത്തേന് ഇവിടെ നെസ്ബുള്ള, അവസാനം ഫത്തഹുള്ളതല്ലേ. അപ്പോൾ ഇന്ന സ്വലാത്ത വാജിബത്തുൻ, ഈ സ്വലാത്ത് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ ശരിയായി. അടുത്ത് അത്തുഫ്ലു മുബ്തസിമൻ, ഇവിടെ ഒരു മുബ്തയുണ്ട്, ഒരു ഖബറുണ്ട്. ഇവിടെ മുബ്താക്ക് എന്താണ്? റഫ് ആണ്, അഥവാ ലമ്മാണ് അല്ലേ, അവസാനം ലമ്മല്ലേ, ഇവിടെ നെസ്ബാണ്. അപ്പോൾ ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നെസ്ബും, ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നെസ്ബും തരുന്ന സാധനം ഏതാണ്? ഇതിലേതാണ്? ഇന്ന ഇവിടെ കഴിഞ്ഞു. പിന്നെ ഇന്ന പറ്റൂല, കാരണം ഇന്ന ഇസ്മിനിക്ക് നെസ്ബാണ്, അത് പറ്റൂല. പിന്നെ സ്വലാത്ത് കഴിഞ്ഞു. ഇനി ഏതാണല്ലോ ഇവിടെ? കാനുണ്ട്. അപ്പോൾ കാനത്തുഫ്ലും മുബ്തസിമൻ. അടുത്ത് അക്കൽത്തുൽ യൗമ അൽ ഖുബ്സ, അക്കൽത്തു ഞാൻ തിന്നു, അൽ യൗമ ഇന്ന്, അൽ ഖുബ്സ റൊട്ടി തിന്നു. ഇനി മാംസവും തിന്നു എന്നാണ്. അപ്പോൾ മാംസവും എന്ന് കിട്ടാൻ വ, അപ്പോൾ വൽ ലഹ്മ മാംസവും കഴിച്ചു. അടുത്തത് ഉൻസുർ അഹാക ലാലിമൻ ഔ മദ്ലൂമൻ അല്ലേ, അങ്ങനല്ലേ? അപ്പോൾ അങ്ങനെ തന്നെ ഉത്തരം കിട്ടുന്നുണ്ട് അല്ലേ. ഉൻസുർ അഹാക, നിന്റെ സഹോദരനെ സഹായിക്കുക, ലാലിമൻ അക്രമിയാവട്ടെ, ഔ മദ്ലൂമൻ, ഔ എന്നാ വേണ്ടി അല്ലേ. ഔല്ല ഇവിടെ ഔ മദ്ലൂമൻ. ഇവിടെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 5 ക്വസ്റ്റ്യൻ. ഇവിടെ എത്ര ആൻസർ ഉണ്ട്? 2, 4, 6, 7 ആൻസർ ഉണ്ട് ഇവിടെ അല്ലേ. കാന, ഔ, വാജിബത്തുൻ, അൽ മുസ്ലിമൂൻ, ഇന്ന, വ, സ്വലാത്ത്. 2, 4, 6, 7 ആൻസർ ഉണ്ട് ഇവിടെ. ഇവിടെ ക്വസ്റ്റ്യൻ എത്രണ്ണേ ഉള്ളൂ? 5 ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അലാമത്ത് സഹീഹ്, ശരി അടയാളപ്പെടുത്താനാണ്. ഉത്തരം കൊടുത്തിട്ടുണ്ട്, അതിന് ശരി അടയാളപ്പെടുത്താനാണ്. മാദി മജ്ഹൂല്, ഇതിലേതാണ് മാദി മജ്ഹൂൽ എന്നാണ് ചോദിക്കുന്നത്. മാദിയായ ഫീല് ഇവിടെ 2 ഉള്ളത്, ഒന്ന് കുത്തിലും ഒന്ന് ദറബയും. ഇതിലേതാ മജ്ഹൂല്? മജ്ഹൂല് നോക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. ഫസ്റ്റത്തെ അക്ഷരത്തിന് ലമ്മുണ്ടോ നോക്കിയാൽ മതി. ഫസ്റ്റ് അക്ഷരത്തിന് ലമ്മുള്ളത് കുത്തിലാണ്. അപ്പോൾ മാദി മജ്ഹൂൽ ഏതാ? കുത്തിലാണ്. അടുത്ത് ഇദ ഷംസു, നമ്മൾ സൂറത്ത് പഠിച്ചു, ഇദ ഷംസു കുവ്വിറത്ത് അല്ലേ, നമ്മൾ ഖുർആനിൽ പഠിച്ചാണ്. അടുത്ത് യുനസ്സിലുല്ലാഹു, അള്ളാഹു വർഷിപ്പിക്കും. എന്തിനെ? മഴയെ. അപ്പം മഫ്ഊലാണ്. മഫ്ഊലിന് നെസ്ബാണ്. നെസ്ബ് പറഞ്ഞാൽ എന്താ? അവസാനം ഫതഹത്ത് കൊണ്ടായിരിക്കും. അപ്പോൾ ഇതിന് അവസാനം ഫതഹുള്ള ഏതാ? മത്തറ, മത്തരി, മത്തറു. ഇതിലേതാ അവസാനം ഫതഹുള്ള? ഇത് കസറാണ്, ഇത് ലമ്മാണ്. അപ്പോൾ അവസാനം ഫതഹുള്ള ഏതാ? ഇതാ മത്തർ. അപ്പോൾ യുനസ്സിലുല്ലാഹു അൽ മത്തർ, ഇതാ ശരി. അടുത്ത് 4 ലറബൽ വാലിദു. ലറബൽ വാലിദു, ലറബ പറഞ്ഞാൽ അടിച്ചു, വാലിദ് പറഞ്ഞാൽ ഉപ്പ. ഉപ്പ അടിച്ചു. ഉപ്പ അടിച്ചു. ബാപ്പാനെ ഉപ്പ അടിക്കുക അല്ല, കുട്ടിയാണ്. അപ്പോൾ ഇതിൽ കുട്ടി എന്ന് പറയുന്ന അർത്ഥം കിട്ടുന്ന വാക്ക് എഴുതണം. അബീഹി വലദഹു ഉമ്മിഹി. ഉമ്മിഹി പറഞ്ഞാൽ ഉമ്മാനെ, അത് പറ്റൂല. അബീ പറഞ്ഞാൽ ബാപ്പാനെ, അതും പറ്റൂല, വലതാണ് അല്ലേ. അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ എന്താക്കാം? അവസാനം നെസ്ബ് ഏതാണ്? ഈ ഹൂനിക്കല്ല, പിന്നെ ഹൂവിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് നെസ്ബുണ്ട്, അഥവാ അവസാനം ഫതഹുണ്ട് അല്ലേ, വലത്. അപ്പോൾ ലറബൽ വാലിദു വലദഹു. അടുത്ത് ലർഫു സമാന്. ഇതിലേതാ ലർഫു സമാന? എന്താ? കാലത്തിൻ്റെ മേലെ അറിയിക്കുന്നത് അല്ലേ. ഒരു സീസൺ, ഒരു കാലം, അതൊരു കാലത്തിൻ്റെ മേലെ അറിയിക്കുന്നത്. അപ്പോൾ ഹൽഫ് എന്ന് പറഞ്ഞാൽ ബാക്ക് എന്നർത്ഥം, ബാക്ക് സൈഡ്. അപ്പോൾ അതൊരു കാലത്തിൻ്റെ മേലെ അറിയിക്കുന്നതല്ല, ഒരു പ്ലേസിൻ്റെ മേലാണ് അറിയിക്കുന്നത്, ഒരു സ്ഥലത്തിൻ്റെ മേലെ. എന്താ പറഞ്ഞാൽ അടുത്ത് എന്നർത്ഥം. അതും ഒരു സ്ഥലത്തിൻ്റെ, എൻ്റെ അടുത്ത്, അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ മേലാണ്. ബുക്രത്തൻ, രാവിലെ, മോർണിംഗ്, ഏർലി മോർണിംഗ്. അപ്പോൾ ബുക്രത്തൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അത് എന്താണ്? ലർഫ് സമാനാണ്, സമയത്തിൻ്റെ മേലെ അറിയിക്കുന്നത്. അടുത്ത എണ്ണ എഴുതാനാണ്.
ഉക്തുബുൽ അദദ് എണ്ണ, ഈ താഴെ 5 ചോദ്യത്തിന്റെ എണ്ണ ഇതാണ്. അൽ ഹുറൂഫു നാസിബത്തുൽ മുലാരി, മുലാരിയായ ഫിഅലിനിക്ക് നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻ, ലൻ അങ്ങനെ പഠിച്ചില്ലേ? അത് എത്രണ്ണാണ്? 4. 4 എന്താ അറബി പറയാ? അർബഅത്തുൻ. അടുത്ത അല്ലമായിറുൽ മുൻഫസില, മുൻഫസിലായ ദമീറുകൾ. മുൻഫസിലായ ദമീറുകളും മുത്തസിലായ ദമീറുണ്ട്. മുൻഫസിലായ ദമീർ എത്രണ്ണ ഉള്ളത്? 15, 15 എണ്ണം ഉണ്ട്. മുൻഫസിലായ ദമീർ എത്ര ഉണ്ട്? 15 എണ്ണം, 15. പിന്നെ അൽ ഹുറൂഫുല്ലത്തി തജ്സിമുൽ മുലാരിഅ, മുലാരിയായ ഫീലിക്ക് ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങൾ. മുലാരിയായ ഫീലിക്ക് ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങൾ പഠിച്ചില്ലേ? ഇൻ, ലം, ലമ്മ, ലാമുൽ അംർ ഇതൊക്കെ പഠിച്ചില്ലേ? അതന്നെ. അത് എത്ര ഉണ്ട്? 5 എണ്ണം, അപ്പോൾ 5. അടുത്ത ഹുറൂഫുൽ അത്ഫ്, അത്ഫിന്റെ അക്ഷരങ്ങൾ. അത്ഫ് പറഞ്ഞാൽ എന്താ? ജോയിന്റ് ചെയ്യുക. ആൻഡ് എന്ന് പറയുന്ന ഞാനും അവനും കൂടി പോയി അല്ലേ? അപ്പൊ ഞാനും അവനും രണ്ടാളും കൂടി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയുന്നതിന്റെ സ്ഥാനത്താണ് അത്ഫ് വരിക. അത്ഫിന്റെ അക്ഷരം ഏതാണ്? എത്ര ഉണ്ട്? 10 ഉണ്ട്. അക്ഷര എത്രയാണ്? 10. അത് ലർഫ്, ലർഫിന്റെ ഇനം. ലർഫ് 2 എണ്ണമാണ് നമുക്കറിയാം അല്ലെ? ലർഫ് സമാന്, ലർഫ് മക്കാന്. കാലത്തിന്റെ മേലെ അറിയിക്കുന്നത്, സ്ഥലത്തിന്റെ മേലെ അറിയിക്കുന്നത്. അടുത്ത ഇൽബിത്ത് ബിൽ അഷ്കാൽ, ഷക്കിൽ കൊടുക്കാൻ. ഷക്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹർക്കത്ത് കൊടുക്കാൻ. അവിടെ ഹർക്കത്തില്ലാതെയാണ് വന്നിട്ടുള്ളത് അല്ലെ? അപ്പോൾ ഇവിടെ ദഹബത്ത്, ദഹബത്തി, പിന്നെ ദഹബ്തു പലതും നമുക്ക് സംശയമുണ്ട്. ഏതാ എഴുതേണ്ടത് കൺഫ്യൂഷനാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഏറ്റവും സൂട്ടബിൾ ആയത് നോക്കുക. ബൈത്തിൽ ഉസ്താദ് എന്നാണ്. ഇല ബൈത്തിൽ ഉസ്താദ്. ഇത് മുലാഫ് മുലാഫിലേക്കാണ്. ഇല വന്നു, ഇല ജെറിന്റെ അർഫാണ്. അപ്പോൾ ബൈത്തിക്ക് കസർ കൊടുക്കണം. തായിന് കസർ. ബൈത്തി, ബൈത്തിൽ ഉസ്താദി, ഉസ്താദി എന്നുള്ള മുലാഫിനിലേക്കാണ്. അപ്പോൾ മുലാഫിനിലേക്ക് ജെറ്. അപ്പോൾ ബൈത്തിൽ ഉസ്താദി. ഇല, ഇത് ഇല. അപ്പോൾ ഇല ബൈത്തിൽ ഉസ്താദി. ഇനി ഞാൻ പോയി എന്നാക്കാം. അപ്പോൾ ഞാൻ പോയി എന്നുള്ളതിന് എന്താ പറയാ? ദഹബ്തു. ദഹബാർണ പോയി, ദഹബ്തു ഞാൻ പോയി. ദഹബ്തു ഇല ബൈത്തിൽ ഉസ്താദ്. അടുത്ത ബയാൻ കിട്ടുന്നുണ്ടാവും എല്ലാവർക്കും. അക്കൽത്തു സമക്കത്ത ഹത്ത റഹ്സ അല്ലേ? അക്കൽത്തു സമക്കത്ത, ഞാൻ എന്ത് ചെയ്തു? മീൻ കഴിച്ചു. ഹത്ത റഹ്സ, എൻ്റെ തല വരെ കഴിച്ചു. ലൈസൽ അമ്രു സഹിലൻ അല്ലേ? ലൈസ വന്നു കഴിഞ്ഞാൽ എന്താണ്? ലൈസ വന്നു കഴിഞ്ഞാൽ ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും. അപ്പൊ ലൈസൽ അമ്രു കാര്യമല്ല, സഹിലൻ സഹിലല്ല. ഇനി ഇത് മനസ്സിലാക്കാൻ വേറെ ട്രിക്ക് ഉണ്ട്. ഇവിടെ സഹിൽ എന്ന് കണ്ടില്ലേ? സഹിൽ അവസാനം ഒരു അലിഫ് കണ്ടോ? അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇവിടെ നസ്ബാണ്. ഇവിടെ നസ്ബാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? റഫ് ആയിരിക്കും. ലൈസൽ അമ്രു സഹിൽ. 5ാമത്തെ തെർജിം. ഓരോന്നിനും 4 മാർക്ക് ഉണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യണം, മലയാളത്തിലേക്ക് എഴുതണം, അറബി മലയാളത്തിലേക്ക് എഴുതണം. 1 ഔലമൽ അറൂസു ഹുബ്ബൻ ലി സുന്നത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔലമ എന്ന് പറഞ്ഞാൽ വിവാഹ സദ്യ സൽക്കരിച്ചു എന്നാണ്. വിവാഹ സദ്യ, കല്യാണം വിളിപ്പിച്ചു എന്ന് പറയില്ലേ? കല്യാണം വിളിച്ചു എന്ന് പറയില്ലേ? അങ്ങനെ വിവാഹ സൽക്കാരം നടത്തി. ഔലമാറ വിവാഹ സൽക്കാരം നടത്തി. അൽ അറൂസു എന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയാപ്പള. ഹുബ്ബൻ ലി സുന്നത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയോട്, നബി തങ്ങളുടെ സുന്നത്തിനോടുള്ള സ്നേഹത്താൽ പുതിയാപ്പള വിവാഹ സദ്യ നടത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത് ഖുലിക്കൽ ഇൻസാനു ദഈഫ. ഖുലിക്കൽ ഇൻസാനു, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു. ദഈഫൻ, ദുർബലനായി. മനുഷ്യനെ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടു. അതാണ് അതിൻ്റെ മീനിങ്. അടുത്ത 3 കുൻ ആലിമൻ ഔ മുതഅല്ലിമ. കുൻ, നീ ആവുക. ആലിമൻ, പണ്ഡിതനാവുക. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ ഒരു പഠിതാവുക. നീ പണ്ഡിതനാവുകയോ അല്ലെങ്കിൽ പഠിതാവുകയോ ചെയ്യുക. അതാണ് അതിൻ്റെ മൊത്തം മീനിങ്. ഇത് തമ്മീം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. 4 മാർക്ക് ഓരോന്നിന്. അൽ മഫ്ഊലു ഫീഹി. മഫ്ഊലു ഫീഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ യദുല്ലു അല, എന്തിൻ്റെ മേലെ അറിയിക്കുന്നതാണ്? യദുല്ലു പറഞ്ഞാൽ അറിയിക്കുന്നു. അല സമാനിൻ, കാലത്തിന്റെ മേലെ അറിയിക്കുന്നതാണ് മഫ്ഊലു ഫീഹി. വുഖൂഇൽ ഫിഅലി, ഫിഅല് സംഭവിച്ച സമാന്റെ മേൽ. ഔ മക്കാനിഹി, അല്ലെ ഫിഅല് സംഭവിച്ച സ്ഥലത്തിന്റെ മേലെ അറിയിക്കുന്ന മഫ്ഊലിനിക്കാണ് മഫ്ഊലു ഫീഹി എന്ന് പറയുന്നത്. അടുത്ത ജംഉൽ മുദക്കരി സാലിം. ജംഉ മുദക്കർ സാലിം വാവ് കൊണ്ട് റഫ്ഉം പിന്നെ യാവ് കൊണ്ട് ജറുൻ നസ്ബും നമ്മൾ പഠിച്ചിട്ടില്ലേ? അതാണ് പറയുന്നത്. ജംഉൽ മുദക്കരി സാലിം യുജറു, അത് ജറ് ചെയ്യപ്പെടും. എന്തുകൊണ്ട്? ബിൽ യാഇൽ മക്സൂരി മാ ഖബ്ലഹ. എന്താണ്? ബിൽ യാഇൽ മക്സൂരി മാ ഖബ്ലഹ. മുമ്പ് കസറാക്കപ്പെട്ടതായ യാ കൊണ്ട് എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. മുസ്ലിമീന എന്നൊക്കെ. അടുത്തത് അരിബ്, അറബിയാക്കാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അന ദാരിസും ഫി സാബിഅ അല്ലേ? വളരെ സിമ്പിളാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ എന്നുള്ളതിന് എന്താ പറയുക? അന. പഠിക്കുന്നവൻ എന്നുള്ളതിന് എന്താ പറയുക? ദാരിസുൻ. അപ്പൊ അന ദാരിസുൻ. 7ാം ക്ലാസ് ഫി സാബിഅ. അടുത്ത അള്ളാഹു നിഷ്കളങ്കരെ ഇഷ്ടപ്പെടും.
ഇവിടെ ഇഷ്ടപ്പെടുന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷൻ ആദ്യം എഴുതേണ്ടത് എന്താ? യുഹിബ്ബു. അപ്പോൾ യുഹിബ്ബുല്ലാഹു അൽ മുഖ്ലിസീൻ. അടുത്ത മുസ്ലിങ്ങൾ ഒരു മാസം നോമ്പനുഷ്ഠിക്കുന്നു. യസൂമുൽ മുസ്ലിമൂന ഷഹ്റൻ. മുസ്ലിമീങ്ങൾ ഒരു മാസം നോമ്പനുഷ്ഠിക്കും. മഴ ഇറങ്ങുമ്പോഴെല്ലാം ഞാൻ സന്തോഷിക്കും. അഫ്റഹു കുല്ലമാ യൻസിലുൽ മതറു. അഫ്റഹു കുല്ലമാ യൻസിലുൽ മതറു. മഴ ഇറങ്ങുമ്പോഴെല്ലാം ഞാൻ സന്തോഷിക്കും. ഇത് റത്തക്ക് എന്ന് ഉക്തുബിൽ മാന പറഞ്ഞാൽ അർത്ഥം ഇതാണ്. റത്തക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടിപ്പിടിച്ചത്. മുഷാത്ത് എന്ന് പറഞ്ഞാൽ കാൽനടക്കാർ. മഴറക്ക് പറഞ്ഞാൽ യുദ്ധക്കളം. ഇബിലി പറഞ്ഞാൽ ഒട്ടകം. സദീഖ് പറഞ്ഞാൽ കൂട്ടുകാരൻ. ഇതാണ് 7ാം ക്ലാസ്സിലെ ലിസാൻ പൊതുപരീക്ഷ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആൻസർ.